കമ്പനി നിയമപ്രകാരം ഈ കമ്പനി കാര്യ മന്ത്രാലയത്തിന് അന്വേഷിക്കാവുന്നതിൻ്റെ പരിമിതി വളരെ പ്രസക്തവുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 447 പ്രകാരമുള്ള ഏതെങ്കിലും ഫ്രോഡുകളുണ്ടോ, ഫ്രോഡുലൻസ് ആയിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഇനി ആദായ നികുതി വകുപ്പിനെ കുറിച്ചോ ഇൻകം ടാക്സിനെ കുറിച്ചോ GST കുറിച്ചുള്ള അന്വേഷണം ഈ പരിധിയിലൊന്നും വരുന്നില്ല. പിന്നീടുള്ളത് 2 കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടിൽ ആ കമ്പനികൾക്ക് പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുകളാണോ? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? CPM വീക്ഷിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ED ഉപയോഗിച്ചതുപോലെ, CBI ഉപയോഗിച്ചതുപോലെ, IT ഉപയോഗിച്ചതുപോലെ ഇതാ ഒരു പുതിയ സ്ഥാപനത്തെ കൂടി ഉപയോഗിക്കാൻ പോകുന്നു. അതാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. ആ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ കേന്ദ്ര കമ്പനി മന്ത്രാലയം കമ്പനി നിയമ ലംഘനമായി അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ നിയമനമായി രംഗത്ത് വരുന്നത് യഥാർത്ഥ പ്രതിസ്ഥാനത്തെത്തേണ്ട വില്ലന്മാർക്ക് പരിപൂർണ പരിരക്ഷ നൽകലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ മുമ്പിലുള്ള ഗിവൺ ഫാക്ട്സ് അത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മളെ മുമ്പിൽ കാണുന്നത് എന്താണ്? ഒരു പബ്ലിക് സർവൻറ്റിൻ്റെ മകൾ നിയമവിരുദ്ധമായ മാർഗത്തിൽ സ്വയം സാമ്പത്തികമുണ്ടാക്കിയിരിക്കുന്നു. ഇത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 13(1)(b ഒരു തവണ വായിച്ചാൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കും കേന്ദ്ര സർക്കാരിലെ മന്ത്രാലയത്തിലെ ആളുകൾക്കും കേരളത്തിലെയും ബാംഗ്ലൂരിലും വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇത് മനസ്സിലാവാഞ്ഞിട്ടാണോ? ഉറക്ക് നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റുകയുള്ളൂ. എന്താണ് 13(1)(b? ഇന്റൻഷനലി, ഇപ്പോൾ ഒരു പബ്ലിക് സർവൻറ്റ് ഇന്റൻഷനലി എൻറിച്ചസ് ഇല്ലിസിറ്റ്ലി ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഓഫീസ്. ഏതെങ്കിലും പബ്ലിക് സർവൻറ്റ് മനഃപൂർവ്വമായി നിയമവിരുദ്ധമായ മാർഗത്തിൽ സ്വയം സാമ്പത്തിക നേട്ടമുണ്ടാക്കുക. എന്നെ ഒന്ന് കേൾക്കണം. ആദ്യം എന്നെ കേൾക്കണം. അതിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സ്പ്ലനേഷൻ? എക്സ്പ്ലനേഷൻ 1, അഴിമതി നിരോധന നിയമത്തിലെ എക്സ്പ്ലനേഷൻ 1, എ പേഴ്സൺ ഷാൾ ബി പ്രിസ്യൂംഡ് ടു ഹാവ് ഇന്റൻഷനലി എൻറിച്ച്ഡ് ഹിംസെൽഫ് ഇല്ലിസിറ്റ്ലി. Intentionally enriched a person shall be presumed to have intentionally enriched himself എന്ന് പറഞ്ഞാൽ എന്താണ്? If he, public servant, or any other person on his behalf, അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും is in possession of or has at any time during the period of office, at any time have been in possession of pecuniary resources or property disproportionate is non source of income. പബ്ലിക് സർവൻറ്റ് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ആരെങ്കിലും അദ്ദേഹം ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചയോ അല്ലെങ്കിൽ സാമ്പത്തികമായ റിസോഴ്സസ് ഉണ്ടാക്കുകയോ ചെയ്താൽ ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ടു ഹാവ്, അത് പബ്ലിക് സർവൻറ്റ് സാമ്പത്തികമായി നിയമവിരുദ്ധമായി മാർഗത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ്. ഇനി നോൺ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? 2018 മോഡി ഭേദഗതി ചെയ്യുന്നതിന് മുമ്പ് നോൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ നിയമപരമായി തൻ്റെ വരുമാനത്തെക്കുറിച്ച് ഏതെങ്കിലും നിയമപരമായോ വല്ല ഓർഡർ പരമായോ വിജ്ഞാപനപരമായോ കണക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ 2018 അഴിമതി നിരോധന നിയമത്തിൻ്റെ എല്ലാ പല്ലും കുത്തിക്കീറിയപ്പോൾ മോഡി ഇതിനെയും കുത്തിക്കീറി. നോൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ റിസീവ്ഡ് ഫ്രം എനി ലോഫുൾ സോഴ്സ് ആണ്. ഇവിടെ വിഷയം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യയിൽ നിന്ന് 1,72,00,000 രൂപ പിടിച്ചെടുത്തു. ആദ്യം ചോദ്യം ചെയ്യാൻ ആരെയാണ്? വില്ലേജ് ഓഫീസറെയാണ്. എന്താ കാരണം? ഇവിടെ പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം അങ്ങയുടെ ഉപമ മനസ്സിലായി. ഈ വില്ലേജ് ഓഫീസറുടെ ഭാര്യ എക്സാലോജിക്ക് പോലെ ഒരു കമ്പനി നടത്തുകയും അതിന്റെ കൺസൾട്ടന്റായി പ്രവർത്തിച്ചുവെന്ന് നിയമപ്രകാരം GST ഒടുക്കി IT റിട്ടേൺ ഫയൽ ചെയ്ത ആളാണെങ്കിലോ? അല്ല, IT കൊടുത്താലോ GST കൊടുത്താലോ ഒരു ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് അവർ ഒഴിവാവില്ല. അതാണ് പുതിയ നിയമം. എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മകൻ ജയ്ഷായുടെ സമ്പത്തിലുണ്ടായിരിക്കുന്ന ശേഷം ഞാൻ പറയുന്നത് ഒന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് സാധാരണഗതിയിൽ ചോദിക്കും പബ്ലിക് സർവന്റ് എല്ലാം.
കേന്ദ്ര സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നു ഈ വീണ വിജയന് ഇത്രയും പണം കിട്ടിയത് ഒരു പ്രോമിനന്റ് പേഴ്സണുമായിട്ടുള്ള ബന്ധമാണ്. അടുപടിയാണ് അഴിമതി നിരോധന നിയമപ്രകാരം അഴിമതി നിരോധന നിയമത്തിലെ 13(1)(b) പറയുന്ന എനി പബ്ലിക് എനി പേഴ്സൺ ഓർ ഓൺ ഹിസ് ബിഹാഫ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയും പബ്ലിക് സർവന്റും തമ്മിലുള്ള ബന്ധമാണ്. സ്വാഭാവികമായി ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ സ്ക്വയർലി അപ്ലിക്കബിൾ ആയ ഒരു കേസാണ്. ഇനി അഴിമതി നിരോധന പ്രകാരം സമ്പാദിച്ച പണം ഞാൻ ഇൻകം ടാക്സ് അടക്കുന്നു, GST അടക്കുന്നു, will he be exonerated? No. ഈ പണം അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മണി ലോണ്ടറിംഗ് ആണ്, പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ്. ഓക്കെ, അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഇതാണ്, അഴിമതി നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കേസ് കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു അന്വേഷണമാക്കി മാറ്റുന്നതിലൂടെ കേന്ദ്രവും സഹായിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളെയും എന്നാണോ? 100% കേരളത്തിലെ വിജിലൻസിന് പരാതി കിട്ടി, വിജിലൻസ് ഉറങ്ങുകയാണ്. ഈ സെറ്റ് ഓഫ് ഫാക്ട്സ് ശരി, ആ നിലപാടിനോടുള്ള മറുപടി കൂടി ഞാനൊന്ന് കേട്ടിട്ട് വരാം. അരുൺകുമാർ, അസഫ് അലിയുടെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഇതാണിന്ന് പ്രതിപക്ഷം ഇത് ആവേശപൂർവ്വം ഏറ്റെടുക്കാതിരുന്നതിന്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ കേസ് അല്പസമയത്തിനകം നമുക്ക് മാത്യു കുൽനാടന്റെ പ്രതികരണം കൂടി കേൾക്കാം. Debate with Arun Kumar.